ഇന്ന് ആരെയാ കണിയണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി. എണ്ണീറ്റപ്പോ ആരെയാ കണ്ടത്? ആദ്യം കണ്ടത് ആരാ? കണ്ണ് തുറന്നപ്പോ ആരെയാ കണ്ടത്? അമ്മയായിരുന്നോ അച്ഛനായിരുന്നോ? അങ്ങനെയൊന്നുമില്ലാലോ. വെളിയിലോട്ട് നോക്കിയോ വല്ല പൂച്ചയോ വല്ലോ ആണോ? അല്ലല്ലോ. അമ്മ എവിടെയായിരുന്നു അപ്പം? അമ്മ കുളിക്കുന്നത്. ആ അച്ഛൻ കിടന്ന് ഉറങ്ങുന്നു, അമ്മ കുളിക്കുന്നു. അപ്പൊ അമ്മ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോ അമ്മയല്ലേ ആദ്യം കണ്ടത്? അങ്ങനല്ല, അല്ല അതിനു മുമ്പ് അങ്ങനെ ആരോ ഉറപ്പിക്കാം കണ്ടു. നമുക്ക്. അതിനു മുമ്പ് ആരോ കണ്ടു. അതിന് മുമ്പ് ആരെങ്കിലും നീ വന്നായിരുന്നോ? ജനലിൽ കൂടെ വെളിയിൽ നോക്കിയോ? ഡോറ് തുറന്നുമില്ല. വേണ്ട, നീ കണ്ണാടി നോക്കിയോ സ്വന്തമായിട്ട്? ഇല്ല. ശ്ശോ, ഇതെന്താ? ഞാൻ നിർത്തി. ഞാൻ ഇത് ഒപ്പത്തിലെ ചോദ്യം പോലെ ആയിപ്പോയി. ആദ്യം ആരാ കണ്ടത്? ഞാനാ സാർ. അവൻ ഇവിടെയല്ലേ, മത്സരത്തിലല്ലേ? അവരെല്ലാവരും വില്ലയിലാണല്ലോ താമസിക്കുന്നത്. അല്ല, എന്നാലും വെളിയിലോട്ട് നോക്കുമ്പോ വല്ല പൂച്ചയോ? ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ? ഇല്ല, ഞാൻ വിട്ടു. സുല്ല തോറ്റു. ഈശ്വര, ഇവർ രണ്ടുപേരും പറയാത്ത എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ എന്റെ തലയിൽ എന്റെ ദൃഷ്ടിയിൽ കാണിച്ചു തരും. വേണം. എന്തിനാണ് ദൈവം ഇത്ര വൈകിക്കുന്നത്? ഇന്നലെ ഓർക്കസ്ട്ര റിഹേഴ്സലിൽ വരെ വളരെ കറക്റ്റ് ആയിട്ട് അവൻ തെറ്റില്ലാണ്ട് പാടിയത്. ചേച്ചി പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മൾ എത്ര റിഹേഴ്സൽ ചെയ്ത് എത്ര നന്നായിട്ട് ഇപ്പൊ ഒരു പ്രോഗ്രാം അടിച്ചു പൊളിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ സ്ഥിരം എല്ലാ സ്റ്റേജും ഒരേപോലെ അല്ലല്ലോ. അത് വീണ്ടും വീണ്ടും പറയേണ്ടിരിക്കുന്നത്. എല്ലാ ഓഡിയൻസും ഒരേപോലെ അല്ല. എപ്പോഴും സൗണ്ട് സിസ്റ്റം ഒരേപോലെ ആയിരിക്കില്ല. എപ്പോഴും നമ്മുടെ ശബ്ദം ഒരേപോലെ ആയിരിക്കില്ല. അക്കോസ്റ്റിക്സ് ഓരോ ഓഡിറ്റോറിയത്തിന്റെ എല്ലാം വേറെ ആയിരിക്കും. എല്ലാം ഓക്കെ ആണെങ്കിലും ചിലപ്പോ സംഘാടകരൊക്കെ അല്ലെങ്കിൽ എങ്ങനെ എല്ലാം കൊണ്ട് ഒത്തിണങ്ങി വരാൻ ഭയങ്കര പാടാ. അവൻ ഇന്നേ വരെ ഇങ്ങനെ മറന്നു പോയിട്ടില്ല, ഇച്ചിരി തെറ്റിയിട്ടില്ല. അല്ലടാ ദേവേട്ടാ? സാരില്ല. പക്ഷെ പാടിയത് എങ്ങനെയാണോ മറവി അല്ലെങ്കിൽ നമുക്ക് ശബ്ദ തടസ്സം ഒന്നും ഒരു ഗായകന്റെ ഒരു എന്താ പറയാ ടാലന്റിനെ വിശേഷിപ്പിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് പഠിക്കാൻ അത്ര സമയം തന്നില്ല. ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ ഇതിന്റെ പിന്നിൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്തണ്ട. ഇവന്റെ ഒരു വേർഷൻ നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ ചേട്ടന്മാരൊക്കെ പറയാ ഇന്നലെ ഓർക്കസ്ട്ര റിഹേഴ്സലിൽ കറക്റ്റ് ആയിട്ട് പാടിയെന്ന്. ശരിയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ കാണിച്ച് എല്ലാരും അതെങ്ങനെയാണ് അത്? ഇല്ല, തെറ്റിപ്പോയല്ലോ. ഒരു വരി തെറ്റിയായിരുന്നു. ഇല്ല, തെറ്റിയില്ലാതെ നമ്മുടെ ചേട്ടൻ വയലിൻ ചേട്ടൻ പറയണു. അല്ല അല്ല, തെറ്റിന്നാ? തെറ്റിന്നായിരുന്നു നിങ്ങൾ ഒറ്റ എല്ലാരും ഒരുമിച്ച് തെറ്റി. എന്നാ ശരി, അവന്റെ തെറ്റായിരുന്നു. ഇന്നലെ തെറ്റിയായിരുന്നു അല്ലേ? എന്റെ അടുത്തും തെറ്റുണ്ട്. ആ പാട്ടിട്ടെന്ന പാട് പഠിക്കണായിരുന്നു. ഇന്നലെ തെറ്റിയപ്പോ നമ്മളത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കണായിരുന്നു. പക്ഷെ ഇവൻ പറഞ്ഞു ഇപ്പൊ പറയുവാ നിങ്ങൾ എല്ലാ തെറ്റ് ഏറ്റെടുക്കല്ലേ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല അല്ലേ? മെടുക്കനാ, നല്ല ആറ്റിറ്റ്യൂഡ്. ഇവൻ എന്തുകൊണ്ട് എന്റെ മനസ്സിൽ ഇത്ര എനിക്കിഷ്ടം, ഇവന്റേതായ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂട്ടുകാരോടൊന്നും ഇതല്ല, കളിക്കാൻ എല്ലാരും മുഴുവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഇവ പാട്ടിനോടുള്ള അവന്റെ ഒരു ഡെഡിക്കേഷനും പിന്നെ ഇവന്റെ ഈ ശാന്ത സ്വഭാവം. എനിക്കൊന്ന് ശാന്ത പ്രകൃതക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ശാന്തമല്ലല്ലോ, ഓപ്പോസിറ്റ്. നമ്മളെന്തോ ഒച്ചയെടുത്താലും ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ശബ്ദം വരില്ലല്ലോ. എന്തൊക്കെ പ്രത്യേകതകളാണ് എനിക്കിങ്ങനെ തോന്നാനുള്ള കാരണം. മോനെ കലക്കേടാ, നമ്മൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ. യെസ് ബഡീസ്. ഇങ്ങനെ കാണിക്കും. മോനെ, പക്ഷെ ഒരു കാര്യം, ആന്റിയുടെ റിക്വസ്റ്റ്, മക്കള് കളിക്കണം. ഈ പ്രായം നമുക്ക് കളിക്കാനുള്ളതാണ്. ഫ്രണ്ട്സിനോട് കൂട്ടുകൂടണം കേട്ടോ. അല്ല, ഞാൻ അതല്ല മോൻ, നേരത്തെ അവരും പറഞ്ഞു ഇങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ വേണിപ്പോഴേ കളിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോ കളിക്കണം. അതിനാ നിർബന്ധിക്കുന്ന കളിക്കാൻ. അത് തന്നെ ഈ അമ്മയും പറയുന്നത്. അത് നീ കളിക്കുന്നില്ലെങ്കിൽ അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് അങ്ങനെ ചെയ്യരുത് ഈ പ്രായത്തിലല്ലേ. പിന്നെ മക്കളെ, നിനക്ക് ഒരു വലിയ ഭാഗ്യമല്ലേ കിട്ടിയിരിക്കുന്നത് ഈ ടോപ്പ് സിംഗറിൽ പാടുക എന്ന് പറയുന്നത്. ലോകം മുഴുവൻ പറഞ്ഞൂടെ? അണ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഓസ്ട്രേലിയയിൽ പോയിട്ട് ചോദിക്കുകയാണ്, ഒരു മലയാളി കുടുംബത്തിൽ പോയിട്ട് ടോപ്പ് സിംഗറിലെ അണ്ണനെ അറിയാം. പിന്നെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളൊക്കെ ഒരു 100 സിനിമ കഴിഞ്ഞിട്ടും നമ്മൾ വെളിയിൽ പോകുമ്പോഴത്തേക്ക് ചോദിക്കും നിങ്ങൾ ആരാ എന്ന് ചോദിക്കും. അപ്പൊ ഈ ടെലിവിഷന്റെ ഒരു റീച്ച്, പ്രത്യേകിച്ച് ടോപ്പ് സിംഗറിന്റെ, അപ്പൊ ചിരിച്ച് സന്തോഷിച്ച് പോണ്ടേ? ഞങ്ങളൊക്കെ ചെറിയ സെലിബ്രിറ്റി ആയിട്ടുള്ളൂ. അങ്ങനെയാണോ? സോറി അണ്ണാ, പറഞ്ഞതെല്ലാം ഇത്രയൊന്നും ആയിട്ടില്ല. പക്ഷെ ആവും, ചെറുതായല്ലോ. അതെ, ചെറുതീന്നാണല്ലോ തുടങ്ങുന്നേ. ഇല്ല, അവൻ ഇപ്പോഴേ ഒരു യേശുദാസ് ആവണമെന്നുള്ളൊരു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.